നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കൊച്ചിയിലും തൃശൂരിലും വെള്ളക്കെട്ട്. കളമശ്ശേരിയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. എറണാകുളം പേട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത ഡ്രൈവറും കാറും വെള്ളക്കെട്ടിൽ വീണു. കോഴിക്കോട് ദേശീയപാതയിലും വെള്ളക്കെട്ട്. 3 ജില്ലകളിൽ റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്തെ ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. ക്ലാസുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി യു ഷേപ്പ് മാതൃകയിൽ ക്രമീകരിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പത്തനംതിട്ട ആറന്മുള സർക്കാർ VHS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. പോലീസ് നോക്കി നിൽക്കെ TP കേസ് പ്രതി കൊടിസുനിയും സംഘവും മദ്യപിച്ച സംഭവത്തിൽ കേസെടുക്കാനാകില്ല എന്ന് തലശ്ശേരി പോലീസ്. ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ല എന്ന് വാദം. DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് കണ്ണൂർ ജില്ലയിൽ. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഡൽഹിയിൽ. ഇന്നും നാളെയും MP മാരുമായി ചർച്ച. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരെ കാണും. ബുധനാഴ്ച പട്ടിക കൈമാറുമെന്ന് സണ്ണി ജോസഫ്. 9 ജില്ലകളിലെ DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കും. രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതി വിമർശനത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസ്നേഹം ജഡ്ജിമാർ തീരുമാനിക്കേണ്ട എന്ന് പ്രിയങ്ക ഗാന്ധി. ഗാൽവാൻ സംഘർഷത്തിൽ 20 സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും രാജ്യത്തിന്റെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ലേ എന്നും കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ്. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണനഷ്ടം. CPM വിമത കലാരാജുവിന്റെ പിന്തുണയോടെ UDF-ന്റെ അവിശ്വാസ പ്രമേയം പാസായി. വിശ്വസിച്ച പ്രസ്ഥാനം വഞ്ചിച്ചു എന്ന് കലാരാജു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൂറുമാറിയ 2 കൗൺസിലർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. ശക്തമായ മഴയിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി കുടുംബങ്ങളെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മധ്യകേരളത്തിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. ഇന്നലെ രാത്രി മുതൽ മധ്യകേരളത്തിൽ മഴ ശക്തമാണ്. തുടർച്ചയായി പെയ്ത മഴ എറണാകുളം, തൃശൂർ ജില്ലകളിലെ ജനജീവിതം ദുസ്സഹമാക്കി. കൊച്ചിയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കലൂർ, പാലാരിവട്ടം, കളമശ്ശേരി, പേട്ട മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചെറിയ ഇടവഴികളടക്കം മുങ്ങി. പേട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ വെള്ളക്കെട്ടിൽ വീണു. ഡ്രൈവർ രക്ഷപ്പെട്ടു. എറണാകുളം ജില്ലയിൽ റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നില്ല. തൃശൂരിലും ശക്തമായ മഴ തുടരുകയാണ്. അശ്വിനി ജംഗ്ഷൻ, സ്വരാജ് റൗണ്ട്, ഇക്കണ്ടവാര്യർ റോഡ് എന്നിവിടങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം ജനജീവിതം ദുരിതത്തിലായി. വെള്ളക്കെട്ടിനെ തുടർന്ന് അശ്വിനി ആശുപത്രിയുടെ പുറകിലുള്ള വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇടുക്കിയിലും കോട്ടയത്തും മഴ ശക്തമാണ്. ഇന്നലെ രാത്രി മുതൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിച്ചു. നദികളിൽ ശക്തമായ നീരൊഴുക്കുമുണ്ട്. വടക്കൻ കേരളത്തിലും ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. 8-ാം തീയതി വരെ മഴ തുടരുമെങ്കിലും നാളെയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുക്കാനൊരുങ്ങി സർക്കാർ. പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമായ കെട്ടിടങ്ങളുടെ കണക്കുകൾ 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകളിലും പരിശോധന നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കാനിടയായതും കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമെന്നതിന് തെളിവാണ്. നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന വേളയിലാണ് സംസ്ഥാനത്തെ ദുർബലമായ കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പാണ് കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടത്. പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതുവരെ ക്ലാസുകൾ നടത്താൻ പകരം സംവിധാനം കണ്ടെത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പുമാണ് പകരം സംവിധാനം കണ്ടെത്തേണ്ടത്. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇതോടൊപ്പം നടത്തണമെന്ന് മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്.
അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. കെട്ടിടങ്ങളുടെ ഇലക്ട്രിക് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യമായി പരിശോധിക്കും. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനം ഇതിനായി ഏർപ്പെടുത്തും. കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാലയങ്ങളിലെ ബാക്ക് ബെഞ്ച് സങ്കല്പം മാറ്റുമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പഴഞ്ചൻ രീതി നടക്കില്ല. ക്ലാസുകൾ യു ഷേപ്പ് മാതൃകയിലാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. പത്തനംതിട്ടയിലെ അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും ഇത്തരം സംഭവമുണ്ടായാൽ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സസ്പെൻഷൻ സ്വാഭാവിക നടപടിയാണ്. ഫയലിൽ നടപടി ഉണ്ടായില്ല എങ്കിൽ പിരിച്ചുവിടുമെന്ന പേടി വേണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശമ്പളം നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. ഇതൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. സ്കൂളിലെ പ്രധാന അധ്യാപിക സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. മാനേജരോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് ഞാൻ ആ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശം കൊടുക്കുക. ഈ ഇവരെ നേരിട്ട് അവരുടെ ടീച്ചറും എല്ലാവരും കണ്ടിരുന്നു. ടീച്ചറിനെ ഒരു 4-5 മാസം അവിടെ കയറ്റിയിറക്കി എന്നുള്ള കാര്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു, മിനിസ്റ്ററുടെ ഉത്തരവുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാമൂലമുള്ള ഉത്തരവുണ്ടായിരുന്നു. ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിംഗിന് മകന് ഫീസ് അടയ്ക്കാൻ ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആത്മഹത്യ. സർക്കാർ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ പെരുവഴിയിലായി പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പകരം സംവിധാനം ഒരുക്കാതെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ഇന്നലെ വൈകിട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയത്. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് എത്തിയ 300ഓളം വിദ്യാർത്ഥികൾ മഴ നനഞ്ഞ് പുറത്തു നിൽക്കേണ്ടി വന്നു. കോടതിയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ച സംഭവത്തിൽ ഉടൻ കേസെടുക്കില്ല. പരാതിക്കാർ ഇല്ലാത്തതിനാൽ കേസെടുക്കേണ്ട എന്ന നിലപാടിലാണ് പോലീസ്. അതിനിടെ DGP റവാഡ ചന്ദ്രശേഖർ ഇന്ന് കണ്ണൂരിലെത്തും. കഴിഞ്ഞ 17-ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോഴാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ പരസ്യമായി മദ്യപിച്ചത്. മദ്യപാന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ പ്രതികൾക്കെതിരെ നടപടിയുണ്ടായില്ല. പ്രതികൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമുണ്ടായെങ്കിലും കേസെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും മെല്ലെപ്പോക്ക് തന്നെയാണ്. സംഭവത്തിൽ പരാതിക്കാർ ഇല്ലാത്തതിനാൽ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് പോലീസ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചാണ് പ്രതികൾ മദ്യപിച്ചത്. ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ നിർത്തിയ സമയത്ത് പ്രതികളുടെ സുഹൃത്തുക്കളാണ് മദ്യം എത്തിച്ചു കൊടുത്തത്. പോലീസുകാരുടെ ഒത്താശയോടെ ഹോട്ടലിന് പുറത്തിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കൂടുതൽ പരിശോധനകൾ ആ സമയത്ത് നടക്കാത്തതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതിനാവശ്യമായ തെളിവുകളില്ല എന്നാണ് പോലീസിന്റെ വാദം. സ്വമേധയാ കേസെടുക്കാൻ മാത്രമുള്ള കുറ്റകൃത്യമില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. അതിനിടെ DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂർ ജില്ലയിലെത്തുന്നുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ആരോപണങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ ജയിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ DGP പരിശോധിക്കും. അതേസമയം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് നൽകുന്ന ഇളവുകൾക്കെതിരെ പ്രതിഷേധവും നിയമ പോരാട്ടവും ശക്തമാക്കാനാണ് RMPയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ. ചൈന പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിന്റെ ജോലിയാണ് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത്. സൈന്യത്തിനെതിരെ രാഹുൽ ഒന്നും പറയില്ല എന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ആരാണ് യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഓരോ ഇന്ത്യക്കാരന്റെയും ചിന്താഗതിയാണെന്നും ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിക്ക് പകരം അവരെ രാജ്യവിരുദ്ധരാക്കുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. सच्चा भारतीय है, कौन सच्चा भारतीय नहीं है, ये तो मुझे लगता है कि मतलब न्यायपालिका के प्रति पूरे आदर के साथ कह रही हूँ कि ये तो उनके दायरे में नहीं होता डिसीजन. ये कोई जस्टिस तो नहीं तय करेंगे. Basically, what Rahul ji is discussing is the thinking of the every nationalist Indian. Whenever we are asking question inside the parliament, there is no answer. Whenever we are asking outside of parliament something,
related to national interest, then we will be termed as an anti-national. We will give the definition of the true Indian. We are the true Indians to raising questions. കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പാർലമെന്റിന് പുറത്ത് കേരളത്തിൽ നിന്നുള്ള UDF എംപിമാരുടെ പ്രതിഷേധം. കള്ളക്കേസുകൾ പിൻവലിക്കണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് എംപിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പ്രമേയം പാസാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെയും ഓപ്പറേഷൻ മഹാദേവിന്റെയും വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ NDA എംപിമാർ അഭിനന്ദിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന NDA പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ നിശിതമായി വിമർശിച്ചു. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പ്രതിപക്ഷം ഇപ്പോൾ ഖേദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന കോൺഗ്രസ് അത് ജമ്മു ആൻഡ് കശ്മീരിൽ പൂർണ്ണമായും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും NDAയുടെ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തി. കൊടിക്കുന്നിലിന്റെ ഔദ്യോഗിക വസതിയിൽ UDF എംപിമാരുമായി കൂടിക്കാഴ്ച തുടരുകയാണ്. നാളെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളും എംപിമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് സാധ്യത. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ധാരണ. തൃശൂർ ഒഴികെ 9 ജില്ലകളിലെ DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കുമെന്നും സൂചനയുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായി. LDF ഭരണസമിതിക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് ഇടതിന് ഭരണം നഷ്ടമായത്. CPM വിമത കലാരാജു UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്തു. കലാരാജുവിനൊപ്പം ഒരു സ്വതന്ത്രനും UDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 2 കോൺഗ്രസ് കൗൺസിലർമാരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ബാബു തോമസ്, രാജു ചാക്കോ എന്നിവർക്കെതിരെയാണ് നടപടി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജോമി ജോസഫ് നൽകിയ കൂറുമാറ്റ കേസിലാണ് ഉത്തരവ്. ചെയർപേഴ്സണെതിരായി LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ ഇരുവരും പിന്തുണച്ചതിനെ തുടർന്ന് 2023 UDFന് ഭരണം നഷ്ടമായിരുന്നു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മലയാളത്തിലും തമിഴിലുമായി 90-ലധികം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഭൗതികദേഹം വഴുതക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് പൊതുദർശനം തുടരുന്നു. പ്രേം നസീറിന്റെയും ഹബീബ ബീവിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ച ഷാനവാസ് 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മൈലാഞ്ചി, ഗാനം, പ്രശ്നം ഗുരുതരം, മണിയറ, മൗനരാഗം തുടങ്ങി മലയാളം, തമിഴ് ഭാഷകളിലായി ചെറുതും വലുതുമായ 90-ലധികം സിനിമകളിൽ വേഷമിട്ടു. ഇടവേളയ്ക്ക് ശേഷം 2011 പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന ചിത്രത്തിലൂടെയാണ് തിരികെ മലയാളത്തിലേക്ക് എത്തിയത്. 2022 പൃഥ്വിരാജ് നായകനായ ജനഗണമനയാണ് അവസാന ചിത്രം. ശംഖുമുഖം, കടമറ്റത്ത് കത്തനാർ, വെളുത്ത കത്രീന, സത്യമേവ ജയതേ തുടങ്ങിയ സീരിയലുകളിലും വേഷമിട്ടു. ഇന്നലെ രാത്രിയോടെ ആരോഗ്യസ്ഥിതി മോശമായ ഷാനവാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വഴുതക്കാട്ടെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ രാഷ്ട്രീയ, സിനിമ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഒരു സിനിമാ നടൻ എന്ന നിലയിലും അദ്ദേഹം കേരളത്തിലും കേരളത്തിന് പുറത്തും തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിരുന്നു. ഏറ്റവും നല്ലൊരു സുഹൃത്തിന്റെ നഷ്ടം കൂടിയാണ് എനിക്ക്. 1975 തൊട്ട് ഷാനവാസ് എന്റെ ഫ്രണ്ടാണ്. കാര്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് വരുന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി, അങ്ങനെ കമ്പനിയായി. അദ്ദേഹത്തിന്റെ കാറിലാണ് അവിടെ ഇവിടെയൊക്കെ ചുറ്റുന്നത്. എന്നെ ആദ്യമായിട്ട് നസീർ സാറിന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് ഷാനവാസാണ്. അന്നാണ് ഞാനൊരു വലിയ സ്ക്രീനിൽ, ഒരു ബിഗ് സ്ക്രീനിൽ ഒരു സിനിമ VHS കാസറ്റിട്ട് എന്നെ കാണിച്ചിരുന്നു, ഒരു ഇംഗ്ലീഷ് പടം. വഴുതക്കാട്ടെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലായിൽ 2 സ്ത്രീകളുടെ മരണത്തിനിടയാക്കിയ അപകട കാരണം കാറിന്റെ അമിത വേഗമെന്ന ആരോപണം. പാലാ തൊടുപുഴ റൂട്ടിൽ മുണ്ടാങ്കലിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പ്രവിത്താനം സ്വദേശിനി ജോമോൾ, മേലുകാവ് സ്വദേശിനി ധന്യ എന്നിവരാണ് മരിച്ചത്. ജോമോളുടെ മകൾ അന്നമോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്.
പാലാ പ്രതിദാനത്തിന് സമീപം മുണ്ടാങ്കലിൽ ഇന്ന് രാവിലെ 9:30ഓടെയാണ് അപകടമുണ്ടായത്. പാലാ ഭാഗത്തു നിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോയ ഇക്കോ സ്പോർട്ട് കാർ 2 സ്കൂട്ടറുകളിലായി ഇടിക്കുകയായിരുന്നു. 2 സ്കൂട്ടറുകളിലുമായി 3 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മേലുകാവ് സ്വദേശിനി ധന്യ, പ്രതിദാനം സ്വദേശിനി ജോമോൾ എന്നിവർ അപകടം നടന്ന അല്പസമയത്തിനകം മരണമടഞ്ഞു. ജോമോളുടെ മകൾ അന്നമോളെ ഗുരുതര പരിക്കുകളോടെ പാലായിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത സ്പീഡിൽ വന്ന് ഞാനിവിടെ കടയുടെ വാതിൽ നിൽക്കുമായിരുന്നു. വണ്ടി വന്ന് പാസ് ചെയ്ത് എൻ്റെ കട കഴിഞ്ഞപ്പം തന്നെ പെട്ടെന്ന് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇടിച്ച് അടുത്ത മതിലേൽ പോയി ഇടിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ധന്യയുടെയും ജോമോളുടെയും മൃതദേഹങ്ങൾ പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. അതേസമയം അപകടങ്ങളുടെ സ്ഥിരം വേദിയായ പാലാ തൊടുപുഴ റോഡിൽ വാഹനങ്ങളുടെ അമിതവേഗം നിയന്ത്രിക്കുന്നതിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയിൽ ഹർജി നൽകി. ബൈലോ പ്രകാരം മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിലാണ് ഹർജി നൽകിയത്. നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭരണാധികാരി സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത്. 9 സിനിമകൾ നിർമ്മിച്ചയാളാണ് താനെന്നും ഫ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് 7 സിനിമകളും സ്വന്തം ബാനറിൽ 2 സിനിമകളും നിർമ്മിച്ചിട്ടുണ്ടെന്നുമാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വതന്ത്രമായി 3 സിനിമകളെങ്കിലും നിർമ്മിച്ചിരിക്കണം. ബൈലോ പ്രകാരം തനിക്ക് യോഗ്യതയുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ 3 അതിലധികമോ സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ച ഏതൊരാൾക്കും പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ സാന്ദ്ര തോമസ് 2 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത്. 3ാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാട്. പത്രിക തള്ളിയതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചതോടെ സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാമെന്ന് വരണാധികാരി വ്യക്തമാക്കിയിരുന്നു. വരണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചിരുന്നു. തുടർന്നാണ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയത്. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല എന്ന് കായികമന്ത്രി തന്നെ ഉറപ്പിച്ചതോടെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. മെസ്സിയും കൂട്ടരും സംസ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ 1 വർഷമായി ആവർത്തിച്ച് പറയുകയായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. ഇതേ മന്ത്രിയാണ് ഇപ്പോൾ അർജന്റീന ടീമിനെ കുറ്റപ്പെടുത്തുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന നാട്ടുകാരുടെ സംശയം ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന രംഗമുണ്ട്. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരില്ലേ? ഈ രീതിയിലാണ് കഴിഞ്ഞ 1 വർഷക്കാലം സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയത്. ഒടുവിൽ ഇന്നലെ ആ പ്രതീക്ഷ മന്ത്രി തന്നെ ഇല്ലാതാക്കി. കുറ്റം മുഴുവൻ ഒടുവിൽ അർജന്റീന ടീമിനും. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26 സ്വാഭാവികം നമുക്കത് കഴിയില്ല. 25 ഒക്ടോബർ അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന. നിയമസഭയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമെന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ളവരായിരുന്നു ആദ്യം സ്പോൺസർമാർ. പിന്നീട് സ്വകാര്യ മാധ്യമ ശൃംഖല സ്പോൺസർഷിപ്പിലേക്ക് വന്നു. അവർ മെല്ലെപ്പോക്ക് തുടർന്നതോടെ സർക്കാരിന്റെ വക നോട്ടീസ് അയച്ച് പേടിപ്പിക്കൽ. ഇതോടെ കമ്പനിക്കാർ അർജന്റീന ടീമിന് സ്പോൺസർഷിപ്പ് തുക കൈമാറി. സൗഹൃദ മത്സരങ്ങൾ ഖത്തറിലും ചൈനയിലുമാണെന്ന അർജന്റീന ടീം പറഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ നീലക്കുപ്പായക്കാരെത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 മെസ്സി ഇല്ലെന്ന ഉറപ്പായി. 26 വേണ്ടെന്ന സർക്കാരിന്റെ നിലപാടും. ഇനി പണം തിരിച്ചു കിട്ടാനുള്ള വഴികൾ തേടി നമുക്ക് പുതിയ ചർച്ചകൾ തുടരാം. അമൃത ന്യൂസ്, കോഴിക്കോട്. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. ഇത് ജനാധിപത്യത്തോടുള്ള നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ ജീർണത കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേസിൻ്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നതിൻ്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും
ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ പിന്തുണച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. അടൂർ സിനിമാ രംഗത്തെ വലിയ ആളാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആരായാലും പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മര്യാദകേടാണ്. അവർ കാണിച്ചത് ആളാകാനുള്ള വേലയാണ്. സർക്കാരിന്റെ പുതിയ സിനിമാ നയത്തിൽ വലിയ സ്വപ്നം കാണേണ്ട എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഗവൺമെന്റിന് പണം കൊടുക്കുന്നു, അത് നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. അതിനിടെ സ്ത്രീകളുടെ തിരോധാന കേസുകൾ ഒന്നിച്ചന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെൺപകൽ കിടയറക്കോണത്ത് കാർത്തികയിൽ വി ഭാസ്കരൻ നായർ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. അമൃത ടെലിവിഷനിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ BV രാജേഷ് കുമാർ മകനാണ്. സംസ്കാരം രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി. വായ്പാ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിനായി റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. 17,000 കോടി രൂപയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഹാജരാകുന്നത്. അനിൽ അംബാനിയുമായി ബന്ധമുള്ള കമ്പനികളിൽ ഇഡി കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തുകയും നിരവധി രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സമൻസ് അയക്കുകയും ചെയ്തു. അനിൽ അംബാനിയുടെ കമ്പനികൾക്ക് അനുവദിച്ച വായ്പകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട ഇഡി ബാങ്കുകൾക്ക് കത്തെഴുതിയിട്ടുണ്ട്. യെസ് ബാങ്കിൽ നിന്ന് 2017 മുതൽ 2019 വരെയുള്ള കാലയളവിൽ 3,000 കോടി രൂപയുടെ അനധികൃത വായ്പ വകമാറ്റിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പിന്നീട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് 14,000 കോടിയിലധികം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയതായും ഇഡി കണ്ടെത്തി. ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായി ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായുള്ള യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, മോട്ടോർ വ്യവസായത്തിനുള്ള പലേഡിയം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ ഇവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ മറുപടി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ ചൊല്ലി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വിശദീകരണം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പരമ്പരാഗത ഇറക്കുമതി മാർഗങ്ങൾ തടസ്സപ്പെട്ടതോടെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി തുടങ്ങിയത്. അക്കാലത്ത് അമേരിക്ക ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്നും ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. യുക്രൈനിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നാണ് ട്രംപിന്റെ ആരോപണം. അതേസമയം ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ റഷ്യ തയ്യാറെടുക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച F-35 യുദ്ധവിമാന വാഗ്ദാനം നിരസിച്ചതിന് പിന്നാലെ 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റഷ്യ ഉദാരമാക്കി. 4 വർഷത്തിനുള്ളിൽ 20 മുതൽ 30 വരെ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനം. മാത്രമല്ല ഭാവിയിൽ ഇന്ത്യക്ക് തദ്ദേശീയമായി Su-57 യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പൂർണ്ണമായും കൈമാറാൻ തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓവലിൽ 7 റൺസിന്റെ ചരിത്ര വിജയവുമായി ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെതിരായ പരമ്പര 2-2 എന്ന സമനിലയിൽ അവസാനിപ്പിച്ചു. 4ാം ദിവസം സെഞ്ചുറികളുമായി ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടും ഹാരി ബ്രൂക്കും നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ കൈവിട്ടു പോയെന്ന് കരുതിയ മത്സരം അവസാന ദിവസം മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ചേർന്ന് തിരിച്ചുപിടിക്കുകയായിരുന്നു. മുഹമ്മദ് സിറാജ് 5 വിക്കറ്റും പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റും വീഴ്ത്തി. 374 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ഇറങ്ങിയ ഇംഗ്ലണ്ടിന് അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6 വിക്കറ്റിന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് 367 പുറത്തായി. മുഹമ്മദ് സിറാജാണ് കളിയിലെ താരം. ഉച്ചവാർത്ത അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.